ഒരിക്കലും നമുക്ക് ഒരു മതത്തെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാ മതത്തിൻ്റെയും കോറ്, അല്ലെങ്കിൽ എല്ലാ മതത്തിൻ്റെയും ആ എസെൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ അവനവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിലും അവരിൽ പിതാവും പുത്രനും, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളിലാണെങ്കിൽ അള്ളാഹു, മുഹമ്മദ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹിന്ദുക്കളിലാണെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ, ഈ ദൈവങ്ങളിലൂടെ എല്ലാം എത്തിച്ചേരുന്ന അദ്വൈതം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ഏത് രീതിയിലെടുത്താലും ഇതെല്ലാം എത്തിച്ചേരുന്നത് ഞാൻ എന്നുള്ള ആ ഒരു ശക്തിയിലാണ്. അപ്പോൾ ഞാൻ എന്നുള്ള ആ ഒരു ശക്തിയെ തിരിച്ചറിയാതിരിക്കാൻ മാത്രം മനുഷ്യൻ ഡൈവേർട്ടായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റേതെന്നുള്ള ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഈ എൻ്റേതെന്നുള്ള ഭാഗം കയ്യിൽ പിടിച്ച് ആ കൈയും കുഴഞ്ഞ് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയ ഗ്രോസ് ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോയിട്ട് അവനവനെന്നുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നൊരു ഭാഗം ആരെയും കയ്യിലില്ല. ഇത് മാത്രമേ ഉള്ളൂ എല്ലാവരെയും വിഷയം. അല്ലെങ്കിൽ ഇന്ന് ജീവിക്കാൻ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, കാരണം എല്ലാവരും ഒരുപോലെയല്ലേ. അപ്പോൾ പറയണു അല്ല അവൻ്റെ അടുത്ത് അങ്ങനെയുണ്ട്, ഇവൻ്റെ അടുത്ത്. പക്ഷേ എടുക്കുന്ന ശ്വാസവും ഉറങ്ങണ ഉറക്കവും പിന്നെ കഴിക്കുന്ന ഭക്ഷണവും ഇതെല്ലാം പോണ ബാത്റൂം, അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നത്, ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന അവസ്ഥ, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. എത്ര കോടാനുകോടി രൂപ ഉണ്ടെങ്കിലും അവനവനിൽ അനുഭവിക്കുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അത് ഈ ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ അവസ്ഥയാണ്. ആ ഉത്കൃഷ്ടമായ അവസ്ഥയിൽ ഇത് രൂപപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ത്വരീക്കത്തുകാർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, ത്വരീക്കത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ത്വരീക്കത്ത് എന്ന് പറയുന്നത് ആ ഒരു വഴിയാണ്, മനസ്സിലായോ. അപ്പോൾ ആ പ്രോസസ്സ്, ആ ജീവൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് നടന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ത്വരീക്കത്ത് എന്ന് പറയുന്നത്. അതിന് അറബിയിലൊരു വഴി ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു പർട്ടിക്കുലർ വിഭാഗത്തിനോ, ഇവിടെയുള്ള ഒരു മതം, ഇപ്പോൾ ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇതൊരു പർട്ടിക്കുലർ വിഭാഗത്തിനല്ല. ഈ രോമം ഇത് ഇസ്ലാമിൻ്റെതാണോ, അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യാനിൻ്റെതാണോ, ഹിന്ദുവിൻ്റെതാണോ നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ എത്രത്തോളം മനോഹരമായിട്ട് ഞാൻ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമമോ ദുഃഖമോ ഉണ്ടാവാൻ പോണില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ മതങ്ങളും അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ എസെൻസും ഈ പ്രോസസ്സും ഇവിടെ എന്നാണോ മനുഷ്യന് തിരിച്ചറിവ് തൊട്ടത് അന്ന് തൊട്ട് അവർ ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ മതം ഹൈലൈറ്റഡ് ആയി എന്ന് ചോദിച്ചാൽ ജീവിക്കുന്ന ആൾക്കാരെ കൈവിട്ടു പോയി. അതായത് ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമുഖത്ത് നിന്ന് മരിച്ചു പോയപ്പം ഇതിൻ്റെ അനുയായികളെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് മതത്തെ പൊക്കി പിടിക്കുന്നത്. അല്ലെങ്കിൽ മതത്തെ പൊക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കഴിച്ച ഭക്ഷണത്തെ, ഞാൻ നല്ലൊരു ബിരിയാണി കഴിച്ച് ഞാനത് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാരണം ആ ബിരിയാണി ഞാൻ അനുഭവിച്ചത് ഞാനായിട്ട് മാറി. ഇപ്പോഴും ബിരിയാണിയാണ് ഹൈലൈറ്റായി നിൽക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് വിഭാഗമാണെങ്കിലും വിഭാഗത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ വിഭാഗീയത ഉള്ളത് കൊണ്ടാണ്. മറിച്ച് അതിലുള്ള ഓരോരുത്തരും ആ എസെൻസ്, അല്ലെങ്കിൽ ആ കറകളഞ്ഞ അറിവിനെ അനുഭവിച്ച് ഒരു രോഗവുമില്ലാതെ ഏറ്റവും സ്വസ്ഥതയോടെ ഓരോരുത്തരും, ഇനി എല്ലാവരുള്ള മതത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് പോയാൽ മതി. ആ മതത്തിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. അല്ലാതെ മതത്തിൻ്റെ ലേബലിലോ ത്വരീക്കത്തിൻ്റെ ലേബലിലൊന്നും ആർക്കും ഒരു സ്വസ്ഥതയും കിട്ടാൻ പോണില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി. ഇത് പറയുമ്പം പറയുന്നവനെയാണ് കാണുന്നത്, മനസ്സിലായോ? ഒരിക്കലും അവനവൻ്റെ അവസ്ഥയിലേക്ക് നോക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും രോഗങ്ങളുള്ളത് കൊണ്ടാണ്. മറ്റൊരാളെ നോക്കാൻ ഭയങ്കര ഈസിയാണ്, കാരണം അത് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ. അവനവൻ ചെയ്യുന്ന ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ ശരീരത്തിൽ അത്രയും പ്രഷർ കുറഞ്ഞൊരു ഭാഗം വേണം. കാരണം ഞാൻ പറയുന്നതിന് അതുപോലെ കേട്ടിട്ട് ഇതിലെന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം അത്രയും നിങ്ങൾക്ക് പരിചയം വേണം. അത്രയും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങളും അകത്തുള്ള കാര്യങ്ങളും, ഇതാണ് ഈ രണ്ട് ലോകം, അകവും പുറവുമാണ്. അല്ലാതെ മരിച്ചു പോയിട്ട് ഒരു സ്വർഗം നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കളവാണ്.
കാരണം നിങ്ങൾക്ക് ഇപ്പം നേരെ ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെന്താണ്, ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് തോന്നിവാസവും കളിക്കാന്നുള്ള ഭാഗത്താണ്. അതുകൊണ്ടാണല്ലോ ദൈവം പോലും ഉണ്ടായേ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞാൻ നിങ്ങളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറാൻ ഏത് ദൈവത്തിനെയാണ് എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ ഏത് മതത്തിനെയാണ് എനിക്ക് ആവശ്യം? അപ്പം ഞാൻ നിങ്ങളോട് ദേഷ്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ലാതെയോ പെരുമാറുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ എന്തിൻ്റെയോ ആളാണെന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനായിട്ട് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഒരാളാണ്, മനസ്സിലായ? ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഏത് മതത്തിലായാലും ഏത് ത്വരീക്കത്തിലായാലും രോഗമില്ലാതെയും ഏറ്റവും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളതല്ല ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഞാനാണ് ബുദ്ധിമുട്ട്, അല്ലെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങളാണ് ബുദ്ധിമുട്ടെന്ന് പറയുമ്പം അപ്പോൾ തന്നെ പോയില്ലേ? ഇത്രയും വലിയ, ഇത്രയും ശ്രേഷ്ഠമായ മതത്തിലും ഇത്രയും ശ്രേഷ്ഠമായ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ കണ്ടാണ് സങ്കടം എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുകയാണ്. മനസ്സിലായ? അവിടെ ഉള്ളിലിരിക്കുന്നവർക്കാണ് സ്വസ്ഥതയെങ്കിൽ ഈ പുറത്തു പോയവൻ എന്തായാലും തിരിച്ചു വന്നല്ലേ പറ്റുള്ളൂ. ഇത് ഓരോരുത്തരും അവനവനെ പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ സത്യമായിട്ടും ഈ ഭാഗങ്ങളും ഈ മതങ്ങളും ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഏറ്റവും പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായ ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഹൈലൈറ്റ് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, മതവും ഈ പറഞ്ഞ മതങ്ങളെല്ലാം പ്രസ്ഥാനങ്ങളെല്ലാം എത്രയോ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പുണ്ട്. അതുകൊണ്ട് അതിന് സ്ഥാനം കൊടുക്കുക. നമ്മളുള്ളത് കൊണ്ടല്ലേ ഇതിനെ നമുക്കറിയാൻ പറ്റിയത് അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെയാണോ നോക്കുക, അതോ ഇതിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ നശിപ്പിക്കുകയാണോ ചെയ്യുക? ഇത് ഭയങ്കര സിമ്പിളല്ലേ? സോ കീപ് ലിവിങ്. മതത്തിനല്ല, മനുഷ്യനല്ല നിങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലെങ്കിൽ എനിക്കാണ് പ്രാധാന്യം. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഇൻഫർമേഷനും സെറ്റാണ്. എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഡൈജസ്റ്റായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിലെ ബ്ലഡായി മാറുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, ഇതിനെ എങ്ങനെ പ്രവർത്തിപ്പിച്ചാലാണ് നമുക്ക് ഏറ്റവും സ്വസ്ഥമായിട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത്. വളരെ കുറഞ്ഞ സമയം മതി. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അനുഭവിക്കാം. അല്ലാതെ മറ്റൊരാൾ പണ്ടെന്നോ ചെയ്തു വെച്ച് എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സെന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ ഇന്നതാണെന്ന് വിചാരിക്കണതല്ല. യു ക്യാൻ ഫീൽ, ഈ ഫുൾ ബോഡിയിൽ അത് ഫീൽ ചെയ്യുക. ദാറ്റ്സ് ലൈഫ്. അതാണ് ജീവിതം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതായത് മറ്റുള്ളവർ ചെയ്യുന്നതോ ബാക്കിയുള്ളവരുടെ പ്രവൃത്തികളോ വെച്ചിട്ടല്ല ഞാൻ എന്ത് ചെയ്യണത്, ഞാൻ എങ്ങനെ ഇരിക്കണത്, ഞാൻ ഈ പറയുന്ന മതത്തിൻ്റെ എസൻസുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ, ഇനി മതം വിട്ടേ, ഞാനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ എന്നുള്ള ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇത് വേറൊരു മതമോ ജാതിയോ ഒന്നുമല്ല. ഇത് മനുഷ്യനാണ്, ഇത് പ്രപഞ്ചമാണ്, ഇത് പ്രപഞ്ചത്തിൻ്റേതാണ്. ഇത് ഭയങ്കര സിമ്പിളുമാണ്. ദാറ്റ്സ് ഇറ്റ്.